സാധാരണക്കാരന് പൂർണ്ണ തൃപ്തി നൽകുന്ന ബജറ്റാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പ്രതിപക്ഷത്തിന് മാത്രമാണ് ബജറ്റിൽ നിരാശയെന്നും ജോർജ് കുര്യൻ പ്രതികരിച്ചു. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ബജറ്റെന്ന് PT ഉഷ MP പ്രതികരിച്ചു. മത്സ്യക്കയറ്റുമതി 60,000 കോടിയിൽ നിന്ന് 1 ലക്ഷം കോടിയാക്കി. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തി. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി. സാധാരണക്കാരന് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ തൃപ്തിയുള്ള ബജറ്റെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒഴിച്ചുള്ളവർക്കെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇടത്തരക്കാർക്ക് കേരളത്തിൻ്റെ ടാക്സ് വിഹിതമായിട്ട് ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് 27,382 കോടി രൂപ. അത് യൂണിയൻ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് 2025-26. അതേസമയം ബജറ്റ് നിരാശാജനകമെന്ന് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണി എംപിമാർ ആരോപിച്ചു. ബീഹാറിന് വാരിക്കോരി നൽകിയെന്നും കേരളത്തെ അവഗണിച്ചെന്നും കോൺഗ്രസ് ഇടത് എംപിമാരുടെ ആരോപണം. പൂർണ്ണമായിട്ടുള്ളൊരു അവഗണനയാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ബജറ്റിനെ പോലെ തന്നെ 6 ഇടത്താണ് ബീഹാറിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ആന്ധ്രാപ്രദേശ് എന്തുകൊണ്ട് ബജറ്റിൽ ഇല്ലാന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് അത്ഭുതപ്പെട്ടേക്കാം. പക്ഷേ ഈ ബജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിൽ പോവുകയും നിരവധി പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ജനം, ഡൽഹി.